എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ഇക്കായ് ദോയിലെ 3ാമത്തെ പാഠഭാഗമാണ് മേരെ ബച്ചേക്കോ സിക്കായി, എൻ്റെ മകനെ പഠിപ്പിച്ചാലും. ഇത് പത്രമാണ്. പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ. ഈ പാഠഭാഗം അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ്റെ ഗുരുവിന് എഴുതിയ കത്താണ്. अब्राहम लिंकन का जन्म 12 फरवरी 1809 को हुआ था. 1809 ഫെബ്രുവരി 12 അബ്രഹാം ലിങ്കൻ ജനിച്ചത്. आपके पिता തോമസ് ലിങ്കൻ और माता നാൻസി ഹാങ്സ്റ്റേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോമസ് ലിങ്കനും അമ്മ നാൻസി ഹാങ്സുമായിരുന്നു. ദോനോ ഗരീബ് और अनपढ़ थे. രണ്ടുപേരും വിദ്യാഭ്യാസമില്ലാത്തവരും പാവപ്പെട്ടവരുമായിരുന്നു. സ്വയം പഠിക്കർ 1937 में അബ്രഹാം ലിങ്കൻ വക്കീൽ ബനെ. സ്വന്തമായി പഠിച്ചിട്ട് അദ്ദേഹം 1837 വക്കീലായി. 1860 में आप अमेरिका के 16वें राष्ट्रपति के रूप में चुने गए. 1860 അദ്ദേഹം അമേരിക്കയുടെ 16ാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. आपने यह पत्र अपने पुत्र के शिक्षक को लिखा था. അദ്ദേഹം ഈ കത്ത് തൻ്റെ മകൻ്റെ ടീച്ചർക്ക് എഴുതിയതാണ്. ജോ എക് ഐതിഹാസിക് ദസ്താവേസ് ഹെ. ഇതൊരു ചരിത്രപരമായ പ്രമാണമാണ്. ജീവിതത്തിൻ്റെ പാഠശാലയിൽ നിന്നും നല്ലതിനെ സ്വീകരിക്കുവാനും മോശമായവയെ നിരാകരിക്കുവാനുമുള്ള പ്രേരണയാണ് ഈ കത്തിലൂടെ അദ്ദേഹം നമുക്ക് തരുന്നത്. ലെറ്റർ ആയതുകൊണ്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 15 മാർച്ച് 1860. ഗുരുവിനാണ് കത്തെഴുതുന്നത്. പ്രിയ ഗുരുജി, सभी व्यक्ति न्यायप्रिय नहीं होते और नहीं सब सच बोलते हैं. सभी व्यक्ति എല്ലാ വ്യക്തികളും ന്യായപ്രിയരല്ല. और नहीं सब सच बोलते हैं, എല്ലാവരും സത്യം പറയുന്നവരുമല്ല. അതായത് ലോകത്തിലുള്ളവരെല്ലാം നീതിമാന്മാരോ സത്യസന്ധരോ അല്ല. यह तो मेरा बच्चा कभी न कभी सीख ही लेगा. ഈ സത്യം എൻ്റെ മകൻ എന്തെങ്കിലും മനസ്സിലാക്കിക്കൊള്ളും. पर उसे यह अवश्य सिखाएं कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. എന്നാൽ ഇഹ അവശ്യം സിക്കായെങ്കിൽ ഇതെന്തായാലും പഠിപ്പിക്കണം. ലോകത്ത് തെമ്മാടികളായ ആളുകളുമുണ്ടെന്ന് അതുപോലെ തന്നെ നല്ലവരായ വ്യക്തികളുമുണ്ടെന്ന് എൻ്റെ മകനെ തീർച്ചയായും പഠിപ്പിക്കണം. अगर सोर्ती राजनीति के है तो जनता के हित में काम करने वाले देश प्रेमी भी है. ചില ഭരണാധികാരികൾ സ്വാർത്ഥരായിരിക്കും, എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദേശസ്നേഹികളും ഉണ്ടായിരിക്കും. രാജനീതിക്ക് രാഷ്ട്രീയ പ്രവർത്തകർ. ഉസെ യഹ് ഭി സിക്കായേ കി അഗർ ദുശ്മൻ ഹോത്തെ ഹെ തോ ദോസ്ത് ഭി ഹോത്തെ ഹെ. ശത്രുക്കൾ ഉള്ളപ്പോൾ മിത്രങ്ങളും ഉണ്ടാകും. മുझे पता है कि इसमें समय लगेगा. എനിക്കറിയാം ഇതിനൊക്കെ കാലതാമസം പിടിക്കുമെന്ന്. परंतु हो सके तो उसे यह जरूर सिखाएं कि मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. എന്നാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നയാ പൈസ പോലും തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന നോട്ടുകെട്ടിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് കഴിയുമെങ്കിൽ താങ്കൾ അവന് മനസ്സിലാക്കി കൊടുക്കണം. उसे हारना सिखाएं और जीत में खुश होना भी सिखाएं. തോൽക്കാനും വിജയത്തിൽ സന്തോഷിക്കുവാനും അവനെ പഠിപ്പിക്കണം. हो सके तो उसे राग दोष से दूर रखें और उसे अपनी मुसीबतें को हंसकर डालना सिखाएं. സാധിക്കുമെങ്കിൽ രാഗവിദ്വേഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും കഷ്ടതകളെ സന്തോഷത്തോടെ ദൂരീകരിക്കുവാനും പഠിപ്പിക്കണം. वह जल्दी ही यह सब सीखें कि बदमाशों को आसानी से काबू में किया जा सकता है. തെമ്മാടികളെ എളുപ്പം വശത്താക്കാൻ കഴിയുമെന്നും അവനെ കാലതാമസം കൂടാതെ മനസ്സിലാക്കി കൊടുക്കണം. अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाएं. സാധിക്കുമെങ്കിൽ അവനെ പുസ്തകങ്ങളുടെ മനമയക്കുന്ന ലോകത്തേക്ക് കൊണ്ടുപോകണം. സാത്ത് സാത്ത് ഉസെ പ്രകൃതി കി സുന്ദരത. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സൗന്ദര്യവും. നീലെ ആസ്മാൻ മേ ഉടുത്തെ ആസാദ് പക്ഷി. നീലാകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികൾ. സുനഹരി ധൂപ് മേ ഗുൻഗുനാത്തി മധുമക്കിയ. സ്വർണ്ണ നിറമുള്ള വെയിലിലൂടെ മൂളിപ്പാടുന്ന വണ്ടുകൾ. और पहाड़ के ढलानों पर गिलगिलाते जंगली फूलों की हंसी को भी निहारने थे. മലകളുടെ താഴ്വാരങ്ങളിൽ വിടർന്നു നിൽക്കുന്ന കാട്ടുപൂക്കൾ. ഇവയെല്ലാം ആസ്വദിക്കുവാനും കഴിവുള്ളവനാക്കണം. स्कूल में उसे सिखाएं कि नकल करके पास होने से फेल होना बेहतर है. ക്ലാസ്സിൽ കോപ്പി അടിച്ച് വിജയിക്കുന്നതിലും ഭേദം
തോൽക്കുന്നതാണെന്നും അവനെ പഠിപ്പിക്കണം. चाहे सभी लोग उसे गलत कहें, परंतु वह अपने विचारों में पक्का विश्वास रखे और उन पर अडिग रहे. ആരെല്ലാം തെറ്റുകാരനെന്ന് അവനെ പഴിച്ചാലും സ്വന്തം തീരുമാനത്തിൽ വിശ്വസിച്ച് അടിയുറച്ചു നിൽക്കാൻ അവന് കഴിയണം. वह भले लोगों के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाए. ശ്രേഷ്ഠ വ്യക്തികളോട് നല്ല രീതിയിൽ പെരുമാറണം, തെമ്മാടികളെ നിലക്ക് നിർത്താനും പഠിപ്പിക്കണം. जब लोग भेड़ों की तरह एक रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. ചെമ്മരിയാടുകളെ പോലെ ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിലൂടെ കൂട്ടം കൂടി പോകുന്നവർക്കിടയിൽ നിന്നും മാറി സ്വന്തം വഴി കണ്ടെത്താനുള്ള ധൈര്യവും നൽകണം. उसे सिखाएं कि वह हर एक की बात को धैर्यपूर्वक सुने, फिर उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. മറ്റുള്ളവരുടെ വാക്കുകളെ ക്ഷമയോടെ കേൾക്കാനും അവയിൽ ശരിയായത് സ്വീകരിക്കുവാനും അവന് കഴിയണം. अगर हो सके तो उसे दुख में भी हंसने की सीख दे. സാധ്യമെങ്കിൽ വേദനയിലും ചിരിക്കുവാൻ അവനെ പഠിപ്പിക്കണം. उसे समझाइए कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. കരയേണ്ടി വന്നാൽ അതിൽ ലജ്ജ തോന്നേണ്ട കാര്യമില്ലെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. वह आलोचकों को नजर अंदाज करे और ചാടൂക്കാരോं से सावधान रहे. വിമർശകരെ അവഗണിക്കാനും മുഖസ്തുതിക്കാരുടെ നേർക്ക് കരുതലോടെ ഇരിക്കുവാനും പഠിപ്പിക്കണം. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे, परंतु अपनी आत्मा और अपने ईमान को कभी न बेचे. സ്വന്തം ശരീരോദ്ധാനം കൊണ്ട് ആവോളം സമ്പാദിക്കാനും കഴിയണം, എന്നാൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുതെന്നും അറിയണം. उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी गड़ा होकर अपने सत्य के लिए जूझता रहे. തൻ്റെ നേർക്ക് അലറിയടുക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിലും സത്യത്തിൻ്റെ വിജയത്തിനായി പോരാടുവാനുള്ള ശക്തി അവനിലുണ്ടാക്കണം. आप उसे तसल्ली से सिखाइए, परंतु बहुत लाड प्यार में उसे बिगाड़े नहीं. താങ്കൾ അവനെ സമാധാനത്തോടെ പഠിപ്പിക്കണം, എന്നാൽ അധികം സ്നേഹിച്ച് വഷളാക്കുകയും ചെയ്യരുത്. उसे हमेशा ऐसी सीख दें कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. മാനവജാതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടായിരിക്കണമെന്ന ബോധവും അവനിൽ വളർത്തണം. मैंने अपने पत्र में बहुत कुछ लिखा है, देखिए इसमें से क्या करना संभव है. എൻ്റെ കത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി, അവയിൽ ഏതെല്ലാം സാധിക്കുമെന്ന് നോക്കാം. അബ്രഹാം ലിങ്കൻ. ഇനി പാഠഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ. മേരെ ബച്ചെ കോ സിക്കായം കിസ് വിധ കി രചന ഹെ. ഇത് ഏതു വിഭാഗത്തിലുള്ള രചനയാണ്? ഉത്തർ പത്ര. യഹ് പത്ര കിസ്നെ കിസ്കോ ലിഖ. ഈ കത്ത് ആർക്ക് എഴുതിയതാണ്? അബ്രഹാം ലിങ്കനെ അപ്പനെ പുത്രക്ക് ശിഷ്യകോ ലിഖ. അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ ഗുരുവിന് എഴുതിയതാണ്. മെഹനത്ത് സെ കമായ एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. अपना दृष्टिकोण प्रकट करें. അധ്വാനിച്ച് നേടിയ നയാ പൈസ പോലും നിഷിദ്ധമായ മാർഗത്തിലൂടെ നേടിയ നോട്ടുകെട്ടിനേക്കാൾ വിലയുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുക. ഉത്തർ മേം ഇസ് രായ് സെ സഹമത്ത് ഹും. ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ആജ് കി പീഡി ബിനാ മെഹനത്ത് കർക്കെ ജൽദി ധൻ കമാന ചാഹത്താ ഹെ. ഇന്നത്തെ തലമുറ അധ്വാനിക്കാതെ എളുപ്പം പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ മെഹനത്ത് കാ മഹത്വ സമജായേ. ഇവർ അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിനാ മെഹനത്ത് സെ കമായ ധൻ ബനാന രഹേഗ. അധ്വാനിക്കാതെ നേടുന്ന സമ്പത്ത് നിലനിൽക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ബദ്മാഷോं को आसानी से काबू में किया जा सकता है, ऐसा क्यों कहा होगा. തെമ്മാടികളെ എളുപ്പത്തിൽ വശത്താക്കാൻ സാധിക്കും, ഇങ്ങനെ പറയാൻ കാരണമെന്താണ്?
उत्तर, बदमाश लोग अपने मन की भावों को प्रतिक्रिया के रूप में दूसरों के सामने प्रकट करते हैं. തെമ്മാടികളായ ആളുകൾ അവരുടെ മനസ്സിലെ ഭാവങ്ങളാണ് ഒരു പ്രതിക്രിയയുടെ രൂപത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. इससे हम उनका मन समझ सकते हैं. ഇതിലൂടെ നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേമപൂർവ്വക വ്യവഹാർ से उन्हें आसानी से काबू में किया जा सकता है. സ്നേഹപൂർണ്ണമായ പെരുമാറ്റത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ അവരെ വശത്താക്കാൻ സാധിക്കും. അടുത്ത क्वेश्चन, नकल करके पास होने से फेल होना बेहतर है. अब्राहम लिंकन के इस विचार से क्या आप सहमत हैं? क्यों? കോപ്പി അടിച്ച് പാസ്സാകുന്നതിലും ഭേദം തോൽക്കുന്നതാണ്. അബ്രഹാം ലിങ്കൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തർ, ഇസ് വിചാർ സെ മേ സഹമത് ഹൂം. ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ക്യോങ്കി നക്കൽ കർനെ വാലെ അപ്നി യോഗ്യത പെഹചാൻ നാ സക്തെ. എന്തുകൊണ്ടെന്നാൽ കോപ്പി അടിക്കുന്നവർക്ക് പഠനത്തിനുള്ള തൻ്റെ കഴിവ് അറിയാൻ കഴിയാതെ വരുന്നു. യഹ് ബി നഹി, യഹ് പ്രവണത ഉന്യം ആലസി ബനാ ദേത്താ ഹെ. മാത്രമല്ല ഈ പ്രവണത അവരെ മടിയന്മാരാക്കി തീർക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഭീഡ് സെ അലഗ് ഹോക്കർ അപ്നാ രാസ്ത ബനാനാ കാ മത്ലബ് ക്യാ ഹെ. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി സ്വന്തം വഴി കണ്ടെത്തുക എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തർ, ഇസ്കാ മത്ലബ് ഹെ സ്വാവലംബ് ഹോന. ഇതിൻ്റെ അർത്ഥം സ്വന്തം കാലിൽ നിൽക്കുക എന്നാണ്. കോയി ഭീഡ് മെം സെ ഏക് ഹോ സക്താ യാ പാനി കെ ബഹാവ് കെ സാത്ത് സബ് തൈർ സക്തേ ഹെ. ആൾക്കൂട്ടത്തിൽ ഒന്നാകാൻ അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്താൻ ആർക്കും കഴിയും. വഹി തൈർനെ വാലാക്കി നിപുണത നഹീം. അത് നീന്തുന്നവൻ്റെ പ്രസക്തിയല്ല. ലക്കീൻ എന്നാൽ ബഹാവ് കി വിപരീത ദിശാമേ യദി കോയി തൈർ സക്താ തോ വഹി തൈർനെ വാല വ്യക്തി കാ വിജയ് ഹെ, ഉസ്കി ഹിമ്മത്ത് ഹെ. എന്നാൽ ഒഴുക്കിനെതിരെ തുഴയാൻ കഴിഞ്ഞാൽ അത് നീന്തുന്നവൻ്റെ വിജയമാണ്, അവൻ്റെ ധൈര്യമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. एक आदर्श व्यक्ति बनने के लिए कुछ न कुछ मूल्यों को अपनाना है. इस पत्र के आधार पर बताएं कि क्या क्या मूल्य होना चाहिए. ഒരു ആദർശ വ്യക്തിയാകണമെങ്കിൽ അയാളിൽ ചില മാനുഷിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൂല്യങ്ങൾ എന്തെല്ലാമെന്ന് പറയുക. ഉത്തർ, സച്ച് ബോൽന, സത്യം പറയുക. സ്വാർത്ഥി ന ഹോന, നിസ്വാർത്ഥനായിരിക്കുക. ദേശപ്രേമി ബനാന, ദേശസ്നേഹിയായിരിക്കുക. വിശ്വാസ് പർ അടിങ്ക് രഹന, അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. പ്രകൃതിക്ക് രക്ഷ കർണ, പ്രകൃതിയെ സംരക്ഷിക്കുക. മാനവ് ജാതി പർ അസീം ശ്രദ്ധ ബനി രഹന, മനുഷ്യരോട് അങ്ങേയറ്റം ബഹുമാനം ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, किताबों की मनमोहक दुनिया के अलावा प्रकृति की किन किन चीज़ों की प्रेरणा लिंकन अपने बच्चों को देते हैं. പുസ്തകങ്ങളുടെ മനം മയക്കുന്ന ലോകത്തോടൊപ്പം പ്രകൃതിയിലെ ഏതെല്ലാം വസ്തുക്കളെക്കുറിച്ച് കൂടിയാണ് ലിങ്കൺ തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത്? ഉത്തർ, प्रकृति की सुंदरता, പ്രകൃതി സൗന്ദര്യം. നീലെ ആകാശമേ ഉടുത്തെ ആസാദ് പക്ഷി, നീലാകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികൾ. സുനഹരി ധൂപമേ ഗുൻഗുനാനി മധുമക്കിയ, തെളിഞ്ഞ വെയിലിൽ മൂളിപ്പറക്കുന്ന തേനീച്ചകൾ. പഹാഡ് കെ ഡലാനോം പർ ഗിൽഗിലാത്തെ ജംഗലി ഫൂലോ, താഴ്വാരങ്ങളിൽ വിടർന്നു നിൽക്കുന്ന കാട്ടുപൂക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ലോഗോം കെ സാത്ത് കൈസാ വ്യവഹാർ കർണ ചാഹിയെ. ആളുകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഉത്തർ, ഭലെ ലോഗോം കെ സാത്ത് അച്ഛാ വ്യവഹാർ കരേ ഓർ ബദ്മാഷോं को करारा सबक സിക്കായേ. നല്ല ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം, തെമ്മാടികളെ കടുത്ത രീതിയിൽ പാഠം പഠിപ്പിക്കണം. ലഘുലേഖ ലിഖേ, ഒരു ചെറിയ ലേഖനം തയ്യാറാക്കാം. സഫൽ ജീവൻ വിഷയ പർ ലഘുലേഖ ലിഖേ, സഫലമായ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് ലേഖനം തയ്യാറാക്കേണ്ടത്. ഉത്തർ, സിർഫ് സാസ് ലേനെ കാ നാം ജീനാ നഹീം, കേവലം ശ്വാസമുള്ളതല്ല. സഫൽ ജീവൻ കെ ലിയെ കുച്ച് ബാത്തോं का ध्यान रखना है. ജീവിതം സഫലമാകണമെങ്കിൽ, അതായത് ജീവിതം സക്സസ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഹമേ അച്ഛേ രാസ്തേ പർ ആഗെ ബഡ്നാ ഹെ, നമ്മൾ നല്ല മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം. സാത്ത് ഹി ഗലത് ബാത്ത് കോ പെഹചാൻ കർ ഉസ്സെ ദൂർ രഖ്നെ കി ഹിമ്മത്ത് ഭി രഖ്നി ഹെ. കൂടെ തന്നെ ഗലത് ബാത്ത് കോ, തെറ്റായ കാര്യങ്ങൾ പെഹചാൻ കർ, മനസ്സിലാക്കിയിട്ട് ഉസ്സെ ദൂർ രഖ്നെ കി ഹിമ്മത്ത് ഭി രഖ്നി ഹെ, അതിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള ധൈര്യം കാണിക്കണം. ജിന്ദഗി മേ ജീത്ത് ഹി നഹി ഹാർ ഭി ഹെ, ജീവിതത്തിൽ വിജയം മാത്രമല്ല തോൽവികളും ഉണ്ടാകും. ഹമേ ഹാർ കാ ഭി സാമന കർണ പടേഗ, നമ്മൾ തോൽവിയെയും നേരിടേണ്ടി വരും.
ഹർ ദുഃഖ കാ ഹസ്കർ സാമന കർനെ മേ ഹി ജിന്ദഗി കി ജീത്ത് ഹെ. ഓരോ ദുഃഖവും ചിരിച്ചുകൊണ്ട് നേരിടുമ്പോഴാണ് അത് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. പ്രകൃതി के सौंदर्य का आस्वादन करने के साथ ही किताबों की दुनिया से ज़रूर गुजरना है. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ ലോകത്തേക്കും നമ്മൾ പ്രവേശിക്കണം. भीड़ में अपनी पहचान बनाने की ताकत बढ़ानी है. എത്ര തിരക്കിനിടയിലും നാം സ്വയം തിരിച്ചറിയാനുള്ള ശക്തിയുണ്ടാകണം. दूसरों के लिए जीने की കല सीखनी है. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും പഠിക്കണം. हमेशा सत्य धैर्य और अच्छाई का ही साथ देना है. എപ്പോഴും സത്യവും ധൈര്യവും നന്മയും കൂടെ ഉണ്ടാകണം. അടുത്തത് ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന വേർഡ് മീനിങ് ആണ്. ഭലേ ലോക് നല്ല ആളുകൾ. കരാര സബക്ക് കടുത്ത ഗുണപാഠം. അടിങ്ക് ഉറച്ചു നിൽക്കുന്ന. പക്ക ഉറച്ച. കസൗട്ടി ഉരക്കല്ല്. ഷർമ് ലജ്ജ. കസൗട്ടി പർ കസ്ന സത്യം മനസ്സിലാക്കുക. നസർ അന്താസ് അവഗണിക്കുക. ആലോചക് വിമർശകൻ. ഹാർന തോൽക്കുക. ബേഹത്തർ നല്ല കാര്യം. ഡലാൻ ചെരിവ്. നിഹാർന നോക്കുക. നക്കൽ കർണ കോപ്പിയടിക്കുക. സുനഹരി സ്വർണ്ണ നിറമുള്ള. കമായി സമ്പാദ്യം. ചാടുക്കാർ മുഖസ്തുതിക്കാർ. താക്കത്ത് കഴിവ്. സാവധാൻ കരുതലുള്ളവനായിരിക്കുക. രാഗദ്വേഷ് സ്നേഹവും ശത്രുതയും. ഡാൽന ദൂരീകരിക്കുക. കാബൂമേ കർണ നിയന്ത്രണാധീനമാക്കുക. സംഭവ് ഹോത്തോ സാധിക്കുമെങ്കിൽ. മുസീബത്ത് കഷ്ടപ്പാട്. അവശ്യ തീർച്ചയായും. ആസാദ് സ്വതന്ത്രമായ. ആസ്മാൻ ആകാശം. ഇൻസാൻ മനുഷ്യൻ. ഗഡി ഡേർ കൂമ്പാരം. ഗുൻഗുനാത്തി മൂളിപ്പറക്കുന്ന. ചൂക്ക് ഗലത്തി തെറ്റ്. ചൂച്ചന പൊരുത്തുക. ബിഗാഡ്ന മോശമാക്കുക. ബീഡ് ജനക്കൂട്ടം. ശ്രദ്ധ ആദരവ്. സിക്കായേം പഠിപ്പിച്ചാലും. സീഖ് പാഠം. ഹറാം നിഷിദ്ധമായ. ഹിമ്മത്ത് ധൈര്യം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.